ആദാബ് ബച്ചു. ഇന്നത്തെ വീഡിയോയിൽ ഗർ ബനായെ എന്ന പാഠഭാഗത്തിലെ തഅലീമി സർഗർമി നമുക്ക് നോക്കാം. ആദ്യത്തേത് കഹാനി ഗർ ബനായെ ആപ്കോ കൈസി ലഗി. ബച്ചോ, दोस्तों ने मिलकर हिरण के लिए घर बनाया. हिरण के दोस्त कौन कौन है? ലിഖിയെ. ഇത്രയുമാണ് ചോദ്യം അല്ലേ. ഇതിൽ ആദ്യത്തെ വരി എന്താ പറഞ്ഞത്? കഹാനി ഗർ ബനായെ. ഗർ ബനായെ എന്ന കഥ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ഇഷ്ടപ്പെട്ടു അല്ലേ? അതിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടിയത്? എന്ത് ആശയമാണ് കിട്ടിയത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അവരുടെ കൂട്ടുകാരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് സഹായിക്കുന്ന ഒരു കഥയായിരുന്നു അല്ലേ, ഹിരണ്ണെ സഹായിക്കുന്ന. അതുപോലെ നമ്മളും എന്ത് ചെയ്യണം? നമ്മളോട് സഹായം ചോദിക്കുന്നവരെ ഒന്ന് ഹിരൺ നോക്കൂ, ബക്കരിയോട് ആദ്യം സഹായം ചോദിച്ചു അല്ലേ. ബക്കരി സഹായിക്കാമെന്ന് പറഞ്ഞു. മറ്റുള്ളവർ ഒരിക്കലും എന്ത് ചെയ്തിട്ടല്ല, ഹിരൺ പോയിട്ട് സഹായം അഭ്യർത്ഥിച്ചിട്ടല്ല അവരെ സഹായിച്ചത് അല്ലേ. അവർ സ്വമേധയാ എന്ത് ചെയ്യുകയായിരുന്നു? ഹിരണ്ണെ സഹായിക്കാനായിട്ട് വരികയായിരുന്നു. അപ്പം നമ്മളിലും ആ ക്വാളിറ്റീസൊക്കെ ഉണ്ടാവണമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ കഥ വളരെ നല്ലതാണ്, ഒരുപാട് ഗുണപാഠമൊക്കെ ഉള്ള കഥയാണ്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താവുന്നതാണ് അല്ലേ. ശരി, ഇനി നോക്കൂ. ബച്ചോ ദോസ്തോനെ മിൽക്കർ ഹിരൺ കേലിയെ ഗർ ബനായ അല്ലേ. കൂട്ടുകാരെല്ലാം അല്ലെങ്കിൽ കുട്ടികളെ അല്ലേ, ബച്ചു എന്ന് പറഞ്ഞാൽ കുട്ടികളെ, കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ഹിരണിന് വേണ്ടി ഒരു വീടുണ്ടാക്കി. ഹിരൺ കെ ദോസ്ത് കോൻ കോൻ ഹേ ലിഖിയെ. ഹിരണിൻ്റെ കൂട്ടുകാരാരൊക്കെയായിരുന്നു? എഴുതുക. വളരെ സിമ്പിളാണ് അല്ലേ. നമുക്കറിയാം. ആദ്യം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ബക്കരി ആയിരുന്നു അല്ലേ ആദ്യത്തേത്. ബക്കരി. പിന്നെ ആരാണ്? പിന്നെ നമ്മൾ ആരെയാണ് കണ്ടത്? ബന്ദറിനെയാണ് കണ്ടത് അല്ലേ, ബന്ദർ. പിന്നെ ആരായിരുന്നു? ഖർഗോഷ് ആയിരുന്നു, മുയലായിരുന്നു. പിന്നെ അടുത്തത് കുത്തയായിരുന്നു അല്ലേ. അപ്പോൾ ഇത്രയും പേരായിരുന്നു നമ്മുടെ ഹിരണിൻ്റെ കൂട്ടുകാർ. അപ്പോൾ അതാണ് ആദ്യത്തെ ചോദ്യം. കഥ വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇവരെല്ലാവരെയും പെട്ടെന്ന് ഓർമ്മയുണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ അടുത്ത സർഗർമി നോക്കാം. നോക്കൂ. ഗർ ബനാനെ മേ ഹരേക് ജാൻവർ ക്യാ ക്യാ മദത് കർത്തേ ഹേ അല്ലേ. എന്താ ചോദിച്ചത്? വീടുണ്ടാക്കാനായിട്ട് ഓരോ മൃഗങ്ങളും എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്തത്? ഇഷാറോ കി മദത് സേ ജുംലെ പൂരാ കീജിയെ. താഴെ തന്നിരിക്കുന്ന ഈ ഇഷാറകൾ, ഈ സൂചനകളുടെ സഹായത്താൽ നമുക്ക് എന്ത് ചെയ്യണം? വാചകം പൂർത്തിയാക്കണം. അപ്പം എന്തൊക്കെ ഇഷാറകളാണ് തന്നിട്ടുള്ളതെന്ന് ആദ്യം നോക്കാം. എന്താ? ചൗക്കീദാർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലേ, കാവൽക്കാരനാണെന്ന്. അടുത്തത് ലക്കടി. ലക്കടി എന്താ? തടി, മരത്തടി അല്ലേ, മരക്കമ്പ് എന്നൊക്കെ പറയാം. ദാന്ത് പല്ല്, ഗാസ് പുല്ല്, പാനി വെള്ളം. ഇനി ഇതിൽ ഓരോരുത്തരും എന്ത് സഹായം ചെയ്തെന്നാണ് നമ്മൾ എഴുതേണ്ടത്. നോക്കൂ. ഹിരൺ അപ്നി സീങ്കോൻ സേ മിട്ടി കൂതുത്താ ഹെ. ഹിരൺ എന്ത് ചെയ്തു? തൻ്റെ കൊമ്പുകൾ കൊണ്ട് മണ്ണിങ്ങനെ കുഴിച്ചു അല്ലേ. മണ്ണുകൾ കുഴിക്കുകയാണ്. അടുത്തത് അല്ലെങ്കിൽ കുഴിക്കുകയാണ് ചെയ്തത് അല്ലേ ഇതിൽ. ഇനി അടുത്തത് എന്താ? ബന്ദർ ഗർ കേലിയെ ഡാഷ് ലാത്താ ഹെ. ബന്ദർ വീടിന് വേണ്ടി എന്താണ് കൊണ്ടുവന്നത്? എന്താ കൊണ്ടുവന്നത്? ലക്കടി. നമുക്കറിയാം, ഓർമ്മയുണ്ട് അല്ലേ, ലക്കടിയാണ് കൊണ്ടുവന്നത്. ഇനി അടുത്തത് ഹർഗോഷ് ഡാഷ് സേ ലക്കടി കാട്ടാ ഹെ. ഹർഗോഷ് ഡാഷ് കൊണ്ട് ലക്കടി മുറിച്ചു. എന്തുകൊണ്ടാണ് മുറിച്ചത്? മഴുകൊണ്ടാണോ? അല്ല, ദാന്ത് കൊണ്ടാണ് അല്ലേ, പല്ലുകൊണ്ട്. കുത്ത ഗർക്ക ചോക്കിദാർ ബനായ. കുത്ത എന്ത് ചെയ്തു? വീടിൻ്റെ കാവൽക്കാരനായി. ബക്കരി ചത്ത് കേലിയെ. ബക്കരി മേൽക്കൂരയ്ക്കായിട്ട് എന്ത് കൊണ്ടുവന്നത്? ഗാസ് ലാത്തി ഹെ അല്ലേ, കൊണ്ടുവന്നു. അപ്പോൾ ഇതിൽ വേണ്ടാത്ത സംഭവം ഏതായിരുന്നു? പാനിയായിരുന്നു അല്ലേ. ഇത് നമുക്ക് വേണ്ടാത്തതാണ്, ഇത് നമ്മുടെ കഥയിലില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്ക് നമ്മുടെ അടുത്ത പ്രവർത്തനം നോക്കാം. ഇനി കഹാനി ഗർ ബനായെ ഓർ സേ പഠിയെ ഓർ നീച്ചെ കി ഗുഫ്തഗു തയ്യാർ കീജിയെ. എന്താ പറഞ്ഞത്? ഗർ ബനായെ എന്നുള്ള കഥ ശ്രദ്ധയോടുകൂടെ വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ഗുഫ്തഗു തയ്യാറാക്കുക അല്ലെങ്കിൽ പൂരിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ജിംഗിൾ മേ പേട്ട് കെ നീച്ചെ ഹിരൺ ഉദാസ് ബൈട്ടാത്ത. കാടിൽ മരത്തിൻ്റെ താഴെ ഹിരൺ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഹിരൺ കോ ദേഖ് കർ ബക്കരി ബന്ദർ ഖർഗോഷ് ഓർ കുത്ത പാസ് ആയേ ഓർ പൂച്ച്നെ ലഗേ.
ഹിരണിനെ കണ്ടിട്ട് ബക്കരിയും ബന്ദറും ഖർഗോഷും കുത്തയും അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിക്കാൻ തുടങ്ങി. എന്താ ചോദിക്കാൻ തുടങ്ങിയത്? ഇവിടെയും തന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ വാക്കുകൾ. ലക്കടി, ചൗക്കീദാർ, ഗാസ്, ശുക്രിയ എന്നൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ ശുക്രിയ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്തൊക്കെ പറയാറുണ്ട് അല്ലേ, ചില സമയത്ത് ശുക്രിയ അല്ലേ, നന്ദി, താങ്ക് യു എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. അപ്പോൾ നമ്മുടെ ബക്കരിയാണ് ആദ്യം നമ്മുടെ വിഷമിച്ചിരിക്കുന്ന ഹിരണിൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നത് കേട്ടോ. ബക്കരി എന്ത് പറയണം? ആദാബ് ഹിരൺമ്യ തും ഉദാസ് ക്യോ ഹോ, അല്ലേ? ആദാബ് ഹിരൺ, നിങ്ങൾ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അപ്പം ഹിരൺ പറയാണ്, ആദാബ് ദോസ്തോ മുജി എക് ഘർ ചാഹി, അല്ലേ? ആദാബ് ദോസ്തോ, അല്ലേ? തിരിച്ച് ആദാബ് പറഞ്ഞിട്ട് പറയണ കൂട്ടുകാരെ, ആദാബ് എനിക്കൊരു വീട് വേണം. അപ്പോൾ ബക്കരി പറയണം, ഹം തുമാരി മദത് കരേങ്കെ, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. അപ്പോൾ ഹിരൺ പറയണം, ആപ് ലോഗ് ക്യാ മദത് കരേങ്കെ, അല്ലേ? നിങ്ങൾ എനിക്ക് എന്ത് സഹായം ചെയ്തു തരും? അപ്പോൾ ബക്കരി പറയണ, മേ ഡാഷ് ലൗങ്കി, നമ്മളിപ്പോൾ ചെയ്ത അതേ പ്രവർത്തനത്തിന് ബാക്കിയാണ് അല്ലേ. എന്താണ് കൊണ്ടുവരാമെന്ന് പറഞ്ഞത്? യെസ്, ഗാസാണ്. ഞാൻ ഗാസ് കൊണ്ടുവരാം. അപ്പം ഹിരൺ പറയാണ്, ബന്ദർമ്യ തും ക്യാ ലാവൂകെ, നീ എന്ത് ചെയ്യും അല്ലേ ബന്ദർ, നീ എന്താണ് കൊണ്ടുവരിക? അപ്പം ബന്ദർ എന്താ പറയുന്നത്? മേ അല്ലേ, ഞാൻ ലക്കടി ലാവുങ്ക, ഞാൻ ലക്കടി കൊണ്ടുവരാം. അപ്പം ഹിരൺ പറയണ, അരേ ഖർഗോഷ്മ്യ തും ക്യാ ക്യാ കരോഗേ, അല്ലേ? ഖർഗോഷ് അല്ലേ, അരേ ഖർഗോഷ് നീ എന്ത് ചെയ്യും? അപ്പം ഖർഗോഷ് പറയണ എന്തായിരിക്കും പറയുക? അതെ, മേലക്കടി കാട്ടൂങ്ക, അല്ലേ? മേലക്കടി കാട്ടൂങ്ക. ഇനി അടുത്തത് എന്താ? ഹിരൺ പറയണ, അരേ യാർ ആപ് ഹമാരേ ലിയേ ക്യാ കരേങ്കെ, ആരോടാണ് പറഞ്ഞത്? കുത്തയോടെയാണല്ലേ. അപ്പോൾ കുത്ത എന്തായിരിക്കും പറയുക? അത് തന്നെയാണ്, മേ ചൗക്കീദാർ ബനൂങ്ക, അല്ലേ? ഹിരൺ അപ്പം എന്ത് പറയും? നമ്മളൊരു വാക്കും കൂടെ അവിടെ ഉണ്ടല്ലോ, ശുക്രിയ ദോസ്തോ, അല്ലേ? ശുക്രിയ ദോസ്തോ. അപ്പോൾ വളരെ സിമ്പിളല്ലേ. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ ചെറിയ ചെറിയ സംഭാഷണങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയണം. ഓക്കെ, ഇനി അടുത്ത സവാൽ നോക്കാം. നോക്കൂ, ബച്ചോ മാസ്ക് തയ്യാർ കർക്കെ ഹിരൺ ഓർ ഉസ്കെ ദോസ്തോ കി ഗുഫ്തഗു റോൾ പ്ലേ കീജിയെ. ഇത് വളരെ രസകരമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് കേട്ടോ. എന്താ പറഞ്ഞത്? കുട്ടികളെ മാസ്ക് തയ്യാറാക്കിയിട്ട് ഹിരണിൻ്റെയും കൂട്ടുകാരുടെയും ഈ സംഭാഷണം ഒരു റോൾ പ്ലേ ആയി അവതരിപ്പിക്കണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഹിരൺ, അതുപോലെ തന്നെ ബക്കരി, കുത്ത, ഖർഗോഷ്, ബന്ദർ ഇവരുടെയൊക്കെ നല്ല മുഖംമൂടി ഉണ്ടാക്കിയിട്ട് അതൊക്കെ നമ്മൾ ധരിച്ചുകൊണ്ട് ക്ലാസ്സിൽ ഈ സംഭാഷണം നല്ല രസകരമായ രീതിയിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്. അത് നല്ല രസമായിരിക്കും അല്ലേ. നമ്മളെല്ലാവരും അത് ചെയ്യണം കേട്ടോ. അടുത്തത്, जानवरों और परिंदों की तस्वीरें जमा करके ആൽബം തയ്യാർ കീജിയെ. എന്താ പറഞ്ഞത്? മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ചിത്രം ശേഖരിച്ചുകൊണ്ട് ആൽബം തയ്യാറാക്കുക. അതും നല്ല രസകരമായ പ്രവർത്തനമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പാഠഭാഗത്തോടനുബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന തുടർ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ പാഠഭാഗം അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹുദാ ഹാഫിസ്. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം.